ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു എന്ന് കർത്താവ് വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതിനെക്കുറിച്ച് നമുക്കറിയാം. യെശയ്യാവ് എഴുതിയ പ്രവചനം 44-ാം അധ്യായം വായിച്ചാലും ഞാൻ ആദിയും അന്തവും ആകുന്നു എന്ന് യഹോവയായ കർത്താവ് അരുളി ചെയ്യുന്ന വാക്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. എങ്ങനെയാണ് ഈ ആൽഫയും ഒമേഗയും ആദിയും അന്തവും അല്ലെങ്കിൽ ബിഗിനിങ്ങും എൻഡും ആകുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഹിബ്രു ലാംഗ്വേജിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ നമുക്ക് പഠിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഒരു കാര്യം മുൻപേ പറഞ്ഞോട്ടെ, ആൽഫ ഒമേഗ എന്നുള്ളത് ഗ്രീക്ക് പദമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഹീബ്രുവിൽ കൊടുത്തിരുന്നത് ആൽഫ ടോ എന്നാണ്. ആൽഫ ടോ എന്നുള്ള വാക്കാണ് സൂചിപ്പിക്കുന്നത്. ആൽഫ എന്നുള്ളത് എ തിരിച്ചിട്ടതുപോലെ ഒരു ലെറ്ററും ടോ എന്നുള്ളത് കുരിശാകൃതിയിലുള്ള ഒരു ലെറ്ററുമാണ്. ഹിബ്രു പദം വായിക്കുന്നത് വലത്തു നിന്ന് ഇടത്തോട്ടാണ്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ക്ലാസ് തുടങ്ങാം. വെളിപാട് പുസ്തകം 22-ാം അധ്യായം വായിച്ചാൽ ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു, ഒന്നാമത്തവനും ഒടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു എന്ന് കാണാം. നമുക്ക് യെശയ്യാ 44:6 വന്നാലും യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ ആദ്യനും ഞാൻ അവസാനവുമാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവവുമില്ല. അപ്പം ആദ്യം മുതൽ അവസാനം വരെ, അല്ലെങ്കിൽ പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും മനുഷ്യന് വെളിപ്പെട്ടത് പുത്രനായ ദൈവം തന്നെയാണ്. ആ ദൈവം പ്രസ്താവിക്കുന്നതാണ് ഈ കാര്യമെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വെളിപാട് പുസ്തകത്തിൽ ഏകദേശം 5 തവണ ആദിയും അന്തവുമാകുന്നു അല്ലെങ്കിൽ ആൽഫ ആൻഡ് ഒമേഗ ആണ് എന്ന് പറയുന്നുണ്ട്. ഹീബ്രുവിലെ ആൽഫബറ്റിലേക്ക് നമുക്കൊന്ന് പോവുകയാണെങ്കിൽ ആൽഫ് എന്നുള്ള വാക്ക് അല്ലെങ്കിൽ അത് ഒറിജിൻ ചെയ്യുന്നത് ഓക്സ് അല്ലെങ്കിൽ കാള എന്നുള്ള ഒരു അർത്ഥത്തിൽ നിന്നാണ്. കാളയുടെ മുഖമാണ് ആദ്യമായിട്ട് ആൽഫ എന്നുള്ള ഒരു ലെറ്റർ ഉണ്ടാകുന്നതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഓക്സ് എന്നുള്ള അർത്ഥം. അപ്പോൾ ഓരോ ലെറ്ററിനും ഹീബ്രുവിൽ ഓരോ അർത്ഥമുണ്ട്, അല്ലെങ്കിൽ ഒരു അർത്ഥവുമുണ്ട്, അതോടൊപ്പം തന്നെ ഒരു വാല്യൂ ഉണ്ട്, ഒരു മൂല്യവുമുണ്ട്. ഇനി നോക്കുകയാണെങ്കിൽ ആൽഫബറ്റിന്റെ ഏറ്റവും അവസാനത്തെ ലെറ്ററാണ് ടോ. ടോ എന്നുള്ള വാക്ക് അല്ലെങ്കിൽ കുരിശാകൃതിയിലുള്ള വാക്ക്, അപ്പം ആദിയും അന്തവുമാകുന്നു എന്നുള്ളത് ഹീബ്രു ആൽഫബറ്റിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആൽഫ ടോ എന്നുള്ളതാണ് അതിന്റെ കറക്റ്റ് വാക്ക്, അല്ലെങ്കിൽ ആ ഒരു കോമ്പിനേഷൻ ഓഫ് അക്ഷരങ്ങൾ വരുന്നത്. ഇനി ഇതെങ്ങനെയാണ് ബൈബിളിൽ വരുന്നത്, എവിടെയൊക്കെയാണ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ചും കൂടെ നമുക്ക് നോക്കാം. ഇവിടെ ഗ്രീക്ക് ലെറ്റർ എ കാണിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഹീബ്രുവിലുള്ള ആൽഫ, കൂടാതെ പുരാതന ഹീബ്രുവിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ കാളയുടെ മുഖം എന്നുള്ള അർത്ഥം വരുന്ന ആ ഒരു ഷേപ്പും വരച്ചിട്ടുണ്ട്. കൂടാതെ ഒമേഗ എന്നുള്ളത് ഗ്രീക്കാണ്. അതിന്റെ തനതായ ഹീബ്രുവിൽ അവസാനത്തെ ലെറ്റർ ടോ ആണ്. ആ ടോയ്ക്ക് പണ്ട് റെപ്രസെന്റ് ചെയ്തിരുന്നത് കുരിശാകൃതി അല്ലെങ്കിൽ ക്രോസിന്റെ ഷേപ്പിലാണ്. നമുക്ക് അവിടെ ഫസ്റ്റ് സാക്രിഫൈസ് ഓൺ ദ ക്രോസ്, ദ സാക്രിഫൈസ് ഓൺ ദ ക്രോസ് എന്നുള്ള രീതിയിലും നമുക്കതിനെ പലരും അതിനെ കൺസിഡർ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ കാളയുടെ മുഖം കുരിശ് എന്ന് പറയുന്നത് സാക്രിഫൈസ് ചെയ്യുന്നു എന്നൊരർത്ഥം കൂടി അതിന് ചിലർ കൊടുക്കാറുണ്ട്. അപ്പം എങ്ങനെയാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഈ ആദിയും അന്തവും അല്ലെങ്കിൽ ആൽഫ ടോ എന്നുള്ള വാക്ക് വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ വലത്ത് നിന്ന് ഇടത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ എറ്റ് എന്ന് പറയുന്ന 853-ാമത്തെ 853 എഴുതിയേക്കുന്നിടത്ത് എറ്റ് എന്നൊരു ലെറ്റർ കാണാം. അത് ആൽഫ ടോ ആണ്. അപ്പം ഇതിന് ഒരു ഒബ്ജക്റ്റിനെ വിളിക്കുന്നതിന് മുമ്പ്, ഒരു വസ്തുവിനെ വിളിക്കുന്നതിനൊക്കെ മുമ്പ് ഈ എറ്റ് എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കും. ഇത് ആൽഫ ടോ എന്ന് പറയുന്ന ആ ഒരു വാക്ക് ഉപയോഗിക്കും. ഇത് ഒരു 10,000-ത്തിലധികം തവണ പഴയ നിയമത്തിൽ മാത്രം നമ്മൾക്ക് കാണാൻ സാധിക്കും. ഏകദേശം 11,000 തവണയാണ് ഈ ആൽഫ ടോ എന്ന് പറയുന്ന വാക്ക് പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ അവിടെ എവിടെയൊക്കെ വരുന്നു എന്ന് ചോദിച്ചാൽ അവിടെ ആൻഡ് എന്ന് പറയുന്ന വാക്കിന്റെ കൂടെ ഒരു ആൽഫ ടോ ഉണ്ട്. താഴോട്ട് വരുമ്പോൾ ദ ലൈറ്റ്, ദ എക്സ്പാൻസ് ആൻഡ് സെപ്പറേറ്റഡ്, ദ ടു ലൈറ്റ്സ്, അങ്ങനെ ഒബ്ജക്റ്റിനെ ഡിഫൈൻ ചെയ്യേണ്ടിടത്തെല്ലാം ആൽഫ ടോ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആദിയും അന്തവും എന്നുള്ള ഒരു വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് എല്ലാ ഒബ്ജക്റ്റിനെയും അവിടെ റെഫർ ചെയ്യുന്നത്. റൈറ്റ് സൈഡ് മുകളിൽ നോക്കിയാൽ ഏകദേശം 11,050 വട്ടം ആൽഫ ടോ അല്ലെങ്കിൽ അതിന്റെ മറ്റ് നൗൺ ഫോംസ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് പഴയ നിയമത്തിൽ എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആൽഫ ടോയുടെ തന്നെ മറ്റൊരു ഫോമാണ് എറ്റ് എന്ന് പറയുന്നത് 854-ാമത്തെ ഹീബ്രു വാക്കാണ്. അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫ്രം, വിത്ത്, ഫോർ ഇത്തരത്തിലുള്ള അർത്ഥം വരുന്ന വാക്കുകൾക്കായിട്ടും ഈ ആൽഫ ടോയുടെ കൂടെ ചേർന്ന് വരും എന്നുള്ളത് നമ്മൾക്ക് ഈ ഒരു ഇമേജിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തെ യോഹന്നാന്റെ പുസ്തകം 1-ാം അധ്യായമായിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പം ഈ വചനമായ ദൈവമാണ് ആൽഫ ടോ എന്നുള്ള രീതിയിൽ പഴയ നിയമത്തിൽ നമുക്ക് ത്രൂ ഔട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം ആൽഫ ഒമേഗ അല്ലെങ്കിൽ എന്ന് ഗ്രീക്കിൽ പറയുന്ന അല്ലെങ്കിൽ ഹീബ്രു ഭാഷയിൽ ആൽഫ ടോ എന്ന് പറയുന്നത് ഓരോ പാട്ടിലും അല്ലെങ്കിൽ മിക്ക സെന്റൻസിലും ഈ ഒരു 2 ലെറ്റേഴ്സ് നമുക്ക് പഴയ നിയമത്തിൽ കാണാനായിട്ട് പറ്റും.
അപ്പം വചനമായിരുന്നു അല്ലെങ്കിൽ വചനത്തിനകത്തുള്ള ദൈവ സാന്നിധ്യമാണ് അവിടെ ആൽഫ 2 കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യോഹന്നാൻ എഴുതിയ 1-ാം അധ്യായവും അതോടൊപ്പം തന്നെ ഉൽപ്പത്തി 1-ാം അധ്യായം നമുക്ക് കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റിയ നല്ല രണ്ട് അധ്യായങ്ങളാണ്. കാരണം ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. അപ്പൊ ഇവിടെയെല്ലാം നമ്മൾ അവൻ എന്നുള്ള വാക്കിലും അല്ലെങ്കിൽ ഇവിടെയെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം, വചനത്തിലുള്ള അല്ലെങ്കിൽ വചനമായ ദൈവത്തിന്റെ പ്രസൻസ് ആണ് നമുക്ക് ഈ വാക്യങ്ങളിലും അധ്യായത്തിലും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് തന്നെയാണ് പഴയ നിയമത്തിലും ആ വചനത്തിൽ ഉണ്ടായിരുന്ന ദൈവത്തിന്റെ ആദിയും അന്തവുമാകുന്ന ആൽഫയും ടോയുമാകുന്ന ദൈവ സാന്നിധ്യമാണ് ആ ഓരോ വാക്യത്തിലും നമ്മൾ സൃഷ്ടിയുടെ ഭാഗം ജനസിസിൽ വായിക്കുന്നതും ത്രൂ ഔട്ട് ബൈബിളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതും. വചനമായ ദൈവത്തിൽ കൂടി സൃഷ്ടികർമ്മങ്ങൾ ദൈവം ചെയ്യുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് യോഹന്നാൻ 17:5 നമുക്ക് വായിക്കാൻ പറ്റും. ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. കൂടാതെ കൊലോസ്യർ 1:16-17 വായിച്ചാലും നമുക്ക് കാണാൻ പറ്റും, അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു, എല്ലാം സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു, അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു, അവൻ സർവ്വത്തിന് മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിലും ആധാരമായിരിക്കുന്നു. അതായത് എല്ലായിടത്തും ആൽഫ ടോ അല്ലെങ്കിൽ ആദിയും അന്തവും ആൽഫയും ടോയുമായ ദൈവത്തിന്റെ കാര്യം ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ ഉള്ള ഒരു കാര്യമൊക്കെയാണ് നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിലും അതോടൊപ്പം തന്നെ ഉൽപ്പത്തി മുതൽ പഴയ നിയമം ത്രൂ ഔട്ട് വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുതന്നെയാണ് വെളിപാട് പുസ്തകത്തിൽ ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു എന്ന് പറയുന്നതും ഞാൻ ആദിയും അന്തവും ആകുന്നു എന്ന് പറയുന്നതും ഒക്കെ. പഴയ നിയമത്തിൽ 1 ദിനവൃത്താന്തം 2 ദിനവൃത്താന്തം വായിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. രാജാക്കന്മാരെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ എഴുതുമ്പോൾ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. അത് യോശിയായുടെ കാലത്തെ കാര്യമായാലും ദാവീദിന്റെ കാര്യമായാലും ഒക്കെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പം മശിഹ വരാൻ പോകുന്ന മശിഹയെ കുറിച്ചുള്ള ഒരു പ്രവചനം കൂടിയാണ്. അതായത് ഒരു രാജാവിനെ കുറിച്ച് പറയുമ്പോൾ അവൻ ആദ്യം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങൾ പറയണം അല്ലെങ്കിൽ പറയപ്പെടുന്നു എന്നുള്ളതിനെ കുറിച്ചും ഒരു റെഫറൻസ് ആയിട്ട് നമുക്ക് ഈ ദിനവൃത്താന്ത പുസ്തകത്തിലെ ഈ ഒരു 1 ദിനവൃത്താന്തം 29-29 2 ദിനവൃത്താന്തം 35-26-27 നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആദിയും അന്തവും എന്ന് രാജാക്കന്മാരെ കുറിച്ച് പറയുന്നത് പോലെ തന്നെയാണ് നമുക്ക് യെശയ്യാവ് എഴുതിയ പ്രവചനം 41-ലും 46-ലും അല്ലെങ്കിൽ 44-ലും കാണാനായിട്ട് സാധിക്കുക. യഹോവ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. 41-4 വായിക്കാം, യഹോവയായ ഞാൻ ആദ്യനും അന്ത്യന്മാരോടുകൂടെ അനന്യനുമാകുന്നു എന്നുള്ള വാക്യവും നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. പുതിയ നിയമത്തിൽ നോക്കുമ്പോൾ യോഹന്നാൻ 5:39 നിങ്ങൾ തിരുവെഴുത്തുകൾ അന്വേഷിക്കുന്നു, കാരണം അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ കരുതുന്നു, അവരാണ് എന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നതെന്ന് യോഹന്നാൻ 5:39 കാണാം. കൂടാതെ അബ്രഹാമിന് മുമ്പേ ഞാനാകുന്നു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റും കർത്താവ് പറയുന്നുണ്ട്. അതായത് ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് എന്നുള്ള അർത്ഥം ത്രൂ ഔട്ട് ബൈബിളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കൂടാതെ ഹെബ്രയർ 10:5-10 വരെ വായിച്ചാൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്നവൻ പറയുന്നു. ആൽഫ ടോയെ കുറിച്ച് ത്രൂ ഔട്ട് ബൈബിൾ പറയുന്നതായിട്ട് ഞാൻ മുൻപ് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ആൽഫാന്റെ അർത്ഥം എന്താണ്, ടോയുടെ അർത്ഥം എന്താണ്, അത് എവിടെയൊക്കെ പ്രതിപാദിക്കപ്പെടുന്നു എന്നുള്ളതിനെ കുറിച്ച് പിന്നീട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ദൈവത്തിന് സ്തുതി.